നമസ്കാരം. ഇന്ന് നമുക്ക് PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 15 എഡിഷൻ ഭൗതിക ശാസ്ത്രത്തിൽ വന്നിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറുകൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയ തരംഗം ഏതാണ്? ഗാമ കിരണമാണ്. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയ തരംഗം ഏതാണ്? ഗാമ കിരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീത ദിശയിലുമുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ദിശയിലുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 മീറ്റർ/സെക്കൻഡ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ആൻസർ ഇവയിൽ എല്ലാം എന്നാണ്. അപ്പോൾ നോക്കാം. സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. ഇവിടെയൊക്കെയാണ് പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്. എവിടെയൊക്കെയാണ്? സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലമാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. അടുത്തത്, പ്രതലബലം എസും ആരം 6ഉം ഉള്ള സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം എത്ര? 4 S/R ആയിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം Gയുടെ മൂല്യം എത്രയാണെന്നാണ് ചോദ്യം. 0 മീറ്റർ/സെക്കൻഡ് ആണ്. ഭൂകേന്ദ്രത്തിലുള്ള ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം Gയുടെ മൂല്യം എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ് ആണ്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഘർഷണ ബലത്തിനെതിരെയാണ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഘർഷണ ബലത്തിനെതിരെയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 11 കിലോ വോൾട്ട്. വൈദ്യുത നിലയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വോൾട്ടേജ് 11 കിലോ വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രി ആണ്. പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവാണ് 45 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഡൈനാമിക്സ്. ഡൈനാമിക്സ് ആണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്തറിയപ്പെടുന്നു? സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന രേഖയാണ് മുഖ്യ അക്ഷം. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത്തിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഭാരത്തിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്? അണുസംയോജനം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം അണുസംയോജനം വഴിയാണ് നടക്കുന്നത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? സൾഫർ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സൾഫർ എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം. ത്വരണം ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയരുന്നതിന് കാരണം? പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം മൂലമാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏതാണെന്ന് ചോദ്യം. ബി ആണ് ആൻസർ. U² = V² - 2AS. ഏതാണ്? U² = V² - 2AS എന്നാണ്. 22.
സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ന്യൂക്ലിയർ മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ന്യൂക്ലിയർ മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഭൗതികശാസ്ത്രത്തിൽ PSC ബുള്ളറ്റിന് വന്നിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.